അല്ലേ? പുറത്തു പോയവരെല്ലാം ട്രാഫിക്കിലെല്ലാം പെട്ട് 5-6 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. പക്ഷേ വീട്ടിനകത്തിരിക്കുന്നവർക്ക് മഴ നനയണ്ടല്ലോ. ആസ്വദിച്ച് വീട്ടിനകത്തിരുന്ന് കവിതകളും കഥകളും ഇനിയിപ്പോൾ അതല്ല പഴയ ഓർമ്മകളും എല്ലാം അയവർക്കിരിക്കാം. എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ മഴ പെയ്താൽ പിന്നെ വിശപ്പിൻ്റെ വിളികളെ കേൾക്കാനുള്ളൂ. ഉണ്ണിയപ്പം കഴിക്കണത്രേ ഉണ്ണിയപ്പം. എന്തുപയോഗിച്ചാലും കുറച്ചവിടെ ബാക്കി വെക്കുന്നൊരു ശീലമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. തലേ ദിവസത്തെ വെള്ളപ്പത്തിൻ്റെ മാവ് ലേശരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ശർക്കര ഉരുക്കി അങ്ങോട്ട് ഒഴിച്ചു. ഫസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പമല്ല ഉണ്ണിയപ്പത്തിൻ്റെ അപരൻ നന്നായിട്ടങ്ങ് ഫ്ലോപ്പായിട്ടോ. അത്യാവശ്യം ഒന്ന് കരിഞ്ഞിട്ടി. അപ്പം നമ്മൾ ലാലേട്ടൻ പറഞ്ഞ പവിത്രത്തിലെ ഉണ്ണിമധുരം ഉണ്ടാക്കിയാലോ എന്ന് എനിക്ക് തോന്നി. പിന്നെ അതങ്ങ് എടുത്ത് കളഞ്ഞു. പുതിയ ബാച്ച് ഇതാ നല്ല കിടുവായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്വർണ്ണ കളറിൽ അത്യാവശ്യം നല്ല ഡിമാൻഡായിരുന്നു കേട്ടോ. ഇതൊരു സ്ഥിരം പരിപാടി ആക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. ദോശമാവും ചപ്പാത്തിയുടെ മാവും ഒക്കെ ബാക്കി വെച്ച് ഇതുപോലെ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഒരു രസം ഉണ്ടായിരിക്കില്ല, സംശയമില്ല. ഉണ്ടാക്കിയതേ ഓർമ്മയുള്ളൂ. പിന്നെ കാലി പാത്രം കേട്ടോ കണ്ടത്. കഴിക്കുന്നവരുടെ മുഖത്തെ ആർത്തി കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി സംഭവം കൊള്ളാന്ന്.